ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ രംഗത്ത് വന്നു. അധികാരം നിലനിർത്താൻ നിതീഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാല് പിടിച്ചെന്ന് പ്രശാന്ത് കിഷോർ വിമർശിച്ചു. നിതീഷ് കുമാർ ബീഹാറിനെ നാണം കെടുത്തിയെന്നും പ്രശാന്ത് കിഷോർ കുറ്റപ്പെടുത്തുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, വിശദാംശങ്ങൾ. ഈ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ അദ്ദേഹത്തിന്റെ മുൻ സഹപ്രവർത്തകനായ പ്രശാന്ത് കിഷോർ തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പുതിയ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയ നിതീഷ് കുമാർ വേദിയിൽ വെച്ച് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാല് തൊട്ട് വന്നിച്ചതാണ് അദ്ദേഹം ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. തന്റെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി നിതീഷ് കുമാർ പ്രധാനമന്ത്രി മോദിയുടെ കാല് പിടിക്കാനും തയ്യാറായി എന്നാണ് നിതീഷ് കുമാറിന്റെ വിമർശനം. അത് ഇപ്പോഴുള്ള സർക്കാരിന് തുടർച്ച എന്നതിനപ്പുറം 2025 വീണ്ടും മുഖ്യമന്ത്രിയായി എത്താൻ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ഒരു നടപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നും ബീഹാറിന്റെ അഭിമാനം അദ്ദേഹം തകർത്തു കളഞ്ഞു എന്നുമാണ് പ്രശാന്ത് കിഷോറിന്റെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ന്യൂനപക്ഷമാണ് JDU സംസ്ഥാനത്ത്. കൂടുതൽ സീറ്റുകളുള്ള BJP എന്നാൽ നിതീഷ് കുമാറിനെ തന്നെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു. 2025 ശേഷവും ഇതേ സാഹചര്യം മുന്നിൽ കണ്ടാണ് നിതീഷ് കുമാർ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ കാല് പിടിച്ചത് എന്നാണ് ഈ പ്രശാന്ത് കിഷോറിന്റെ വിമർശനം. തന്റെ ആത്മാഭിമാനം പോലും നിതീഷ് കുമാർ പണയപ്പെടുത്തി എന്ന കടുത്ത വിമർശനവും പ്രശാന്ത് കിഷോർ നടത്തിയിട്ടുണ്ട്. നേരത്തെ താൻ JDUവിൽ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹത്തെ പാർട്ടിയിൽ ഒപ്പം ചേർത്തത് അദ്ദേഹത്തിന്റെ വലിയ ജനസ്വാധീനവും ഒട്ടേറെ നന്മകളും കണ്ടാണ്. എന്നാൽ നിലവിൽ ഇപ്പോൾ നിതീഷ് കുമാറിന് തന്റെ ആത്മാവ് പോലും നഷ്ടപ്പെട്ടു എന്നാണ് വിമർശനം. SKN.